Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അനാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം വാരിക്കോരി ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാരിന് റേഷൻ വ്യാപാരികൾക്ക് നൽകാൻ മാത്രം പണമില്ലെന്ന് മുൻ MLA ജോണി നെല്ലൂർ. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആലുവ താലൂക്ക് കൺവെൻഷൻ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോണി നെല്ലൂർ. റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനായാണ് സംഘടനയുടെ താലൂക്ക് തല പ്രതിനിധി സമ്മേളനം അങ്കമാലി CSA ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. റേഷൻ വിതരണത്തിന്റെ കമ്മീഷൻ യഥാസമയം ലഭ്യമാകാത്തതിനാൽ വ്യാപാരികൾ ദുരിതത്തിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നതുപോലെ തന്നെ അവശ്യ സംവിധാനമാണ് റേഷൻ വിതരണവും. എന്നാൽ ഈ ഒരു പരിഗണന റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്നില്ലെന്ന് സമ്മേളനം വിലയിരുത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ ജോണി നെല്ലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് കിട്ടേണ്ട അരി പലപ്പോഴും കിട്ടുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 25% ആളുകളെങ്കിലും 24% ആളുകൾക്കെങ്കിലും ഈ കഴിഞ്ഞ മാസത്തെ റേഷൻ നഷ്ടമായിരിക്കുകയാണ്. ആരുടെയും കുറ്റമല്ല, കടക്കാരുടെ കുറ്റമല്ല, കാർഡുകാരൻ്റെ കുറ്റമല്ല, വിതരണക്കാരായ കരാറുകാരുടെ കുഴപ്പം മാത്രമാണ്. എന്തുകൊണ്ടിത് ഉണ്ടാകുന്നു? ഞാൻ പലപ്പോഴും പല യോഗങ്ങളിലും പറയാറുള്ളത്, ഇവിടെയും അടിവരയിട്ട് പറയട്ടെ, ഈ സർക്കാരിൻ്റെ ഏത് സർക്കാരാണെങ്കിലും സർക്കാരിൻ്റെ ഭക്ഷ്യമേഖലയോടുള്ള അവഗണന അവസാനിപ്പിച്ചേ മതിയാകൂ. സർക്കാർ എന്താ ചെയ്യേണ്ടത്? വിദ്യാഭ്യാസ മേഖല പോലെ, ആരോഗ്യ മേഖല പോലെ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഭക്ഷ്യ പൊതുവിതരണ മേഖല. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഭക്ഷ്യ പൊതുവിതരണ മേഖലയ്ക്ക് കടുത്ത അവഗണനയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇവിടെ മുൻഗണന നിശ്ചയിക്കുമ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുൻഗണന ഓരോന്നിനും നിശ്ചയിക്കും. ആ മുൻഗണന നിശ്ചയിക്കുമ്പോൾ ഭക്ഷ്യമേഖലയെ ഒഴിവാക്കുന്നു. ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും മുന്തിയ പരിഗണന. ഭക്ഷ്യമേഖല അതുപോലെ തന്നെ ഉള്ളതല്ലേ? 95 ലക്ഷം കാർഡുകൾ കേരളത്തിലുണ്ട്, റേഷൻ കാർഡുകൾ. ആ 95 ലക്ഷം കാർഡുകൾക്ക് അരി കൊടുക്കുന്നത് നിങ്ങളൊക്കെയാണ്, റേഷൻ വ്യാപാരികളാണ്. കേരളത്തിലെ 14,000-ലധികം വരുന്ന റേഷൻ വ്യാപാരികൾ 95 ലക്ഷം ആളുകൾക്ക് അരി കൊടുക്കുമ്പോൾ അവിടെ പരാതി ഉണ്ടാകാതെ കൊടുക്കാൻ കഴിയണമെങ്കിൽ കൃത്യമായി അവർക്ക് അരി എത്തിച്ചു കൊടുക്കണം. AKRRD ഒരു നിർദ്ദേശം വെച്ചു ഗവൺമെന്റ് മുമ്പാകെ. നിങ്ങളൊരു കാര്യം ചെയ്യുക, NFSA ഗോഡൌണുകൾ, തൊഴിലാളികൾ വിഷയങ്ങളാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് FCIയിൽ നിന്ന് നേരിട്ട് കടകളിൽ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കൂ. കോടികളുടെ ലാഭമാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോ എത്ര പേർക്ക്? ലോറിക്കാർക്ക്, ചുമട്ടുകാർക്ക് എല്ലാം കൊടുക്കണം. ഇത് ഗോഡൌൺ എടുത്ത വാടക കൊടുക്കണം. ഇതെല്ലാം ഒഴിവാക്കിയാൽ FCI ഗോഡൌണുകളിൽ നിന്ന് നേരിട്ട് റേഷൻ കടകളിലേക്ക് അരി എത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായാൽ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളൊക്കെ പരിഹരിക്കും. അപ്പോൾ അതിന് ഗവൺമെന്റ് പറയുന്നത് തൊഴിലാളികളുടെ പണി പോകും. പണി എങ്ങനെ പോകുന്നത്? FCIയിൽ നിന്ന് കയറ്റുന്ന തൊഴിലാളികൾക്ക്, അവിടെ ഇറക്കുന്ന തൊഴിലാളികൾക്കും പണിയൊന്നും പോകില്ല. പിന്നെ NFSA എന്ന് പറയുന്ന മധ്യവർത്തി, അത് ഒഴിവാക്കണം കേരളത്തിൽ. അങ്ങനെയാണല്ലോ ഇവിടെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ ഹോൾസെയിലുകാർ ഒഴിവായിപ്പോയില്ലേ? ഹോൾസെയിലുകാരെ ഒഴിവാക്കി ആണല്ലോ കരാറുകാരെ വെച്ച് ഭക്ഷ്യവിതരണം നേരിട്ട് കടകളിലേക്ക് എത്തിക്കുന്നത്. പരാതി വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു, FCIയിൽ നിന്നും നേരിട്ട് നമ്മുടെ കടകളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് വിനീതമായി പറയട്ടെ, നിങ്ങൾ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഭക്ഷ്യമേഖലയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ മുഖ്യ കാരണം പണമില്ല എന്നുള്ളതാണ്. ബാക്കി പലതിനും പണമുണ്ടല്ലോ. റേഷൻ വ്യാപാരി കമ്മീഷൻ കൂട്ടി വേണം, അവൻ്റെ വേതനം കൂട്ടി വേണമെന്ന് പറഞ്ഞാൽ പണമില്ല. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറിക്കാരൻ അവൻ്റെ കൂലി ചോദിച്ചാൽ പണമില്ല. അങ്ങനെയാണല്ലോ സമരം ഉണ്ടായത്. 90 കോടി കുടിശ്ശികയുള്ളപ്പോൾ
വണ്ടിക്കാർക്ക് 50 കോടി കൊടുത്ത് തൽക്കാലം സമരം അവസാനിപ്പിച്ചു. വീണ്ടും അവർ സമരത്തിലേക്ക് പോകും. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കണം. താലൂക്ക് പ്രസിഡന്റ് VP ജോർജ് അധ്യക്ഷനായിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ ഒരു വർഗ സംഘടന എന്നുള്ള നിലയ്ക്ക്, അതും കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി റേഷൻ വ്യാപാരികളെ നേരിടുന്ന ദൈനംദിനമായ പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ അത് നേടിയെടുക്കുന്നതിന് അതേത് സർക്കാർ ഭരിച്ചാലും ഈ രംഗത്തൊരു അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒരു കൊത്തുകോഴിയെപ്പോലെ നിലകൊള്ളുന്ന ഉജ്ജ്വലമായ ഒരു വർഗ സംഘടനയാണ് നമ്മുടെ. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇടക്കാലത്ത് ഈ രംഗത്ത് റേഷൻ വ്യാപാരികളെ ഒരു ട്രേഡ് യൂണിയൻ അടിസ്ഥാനത്തിൽ ചില സംഘടനകൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി ചിലരൊക്കെ ചില തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് താൽക്കാലികമായി ഒന്ന് മാറി നിന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ കൺവെൻഷൻ നടക്കുന്ന വേളയിൽ ഞാൻ വിലയിരുത്തുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയ പല ഭാരവാഹികളും പല നേതാക്കന്മാരുൾപ്പെടെ സഹോദരിമാരൊക്കെ വീണ്ടും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു നിരന്തരമായ ഇടപെടലുകൾ നോക്കിക്കണ്ട് അവർ തിരിച്ചു വരുന്നു എന്നുള്ളത് ഗുണപരമായ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമ്മീഷൻ്റെ കാര്യത്തിൽ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. എമ്പാടും കേരളത്തിലെ പൊതുസമൂഹം ഏറെ ശ്രദ്ധിച്ച ഒരു ലാപകൽ സമരം നടത്തി ഒരു ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഗൗരവത്തോടുകൂടി അവരെ ഇടപെടാൻ നിർബന്ധിച്ച ഒരു ഉജ്ജ്വലമായ സമരം നടത്തിയവരാണ് നമ്മൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഒരു നിശ്ചിത കാലാവധി പറഞ്ഞെങ്കിലും അത് ഇനിയും ഫലവത്തായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമം കൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് റേഷൻ കടകളിൽ നമുക്ക് വിൽപ്പനയ്ക്കുള്ള സാമഗ്രികളുടെ ലഭ്യതക്കുറവ്, പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കാരുണ്യ തുടങ്ങിയ അത്തരം സംരംഭങ്ങൾ നമ്മുടെ ജില്ലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആലുവ താലൂക്കിൽ ഒഴികെ അതിൻ്റെ പ്രാരംഭമായ നടപടികൾ ഏറെ വൈകിപ്പോയി എന്നുള്ള കുറ്റബോധം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അത് ഫലപ്രദമായി നടപ്പാക്കാൻ പോളിയേട്ടനിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പെർട്ട് കൂടിയാണ് അദ്ദേഹം. ഫയലുമായിട്ടാണ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത്. മുഴുവൻ രേഖയും ഒരു രീതിയിൽ ഇപ്പോൾ നമ്മുടെ പല ആളുകൾക്കും തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ. ചേരാതിരിക്കാൻ ഒരു തെറ്റിദ്ധാരണ ചോദിച്ചാൽ മതി എന്നുള്ള നിലയിലാണ്. പക്ഷേ നമുക്ക് ഇന്നൊരു തീരുമാനമെടുത്ത് വേണം പിരിയാൻ. ഈ ഒരു കാലാവധി ഇപ്പോൾ നമ്മൾ ചേരാൻ വൈമുഖ്യം കാണിച്ച അല്ലെങ്കിൽ ഒരു കാലതാമസം വരുത്തിയ അതിൻ്റെ എല്ലാ കടമ്പകളും കടന്ന് അതിവേഗം അത് നടപ്പാക്കാൻ, നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ജില്ലയിൽ മറ്റ് താലൂക്കുകളെക്കാൾ കൂടുതൽ മുന്നണികളായി നിന്ന് ഒരു മുഖ്യധാര സംഘടനയായി നിന്ന ആ ഒരു പെരുമയിലേക്ക് തിരിച്ചു വരാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. അസോസിയേഷൻ അംഗങ്ങൾക്കായുള്ള കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി PD പോൾ നിർവഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരം നൽകി. താലൂക്ക് സെക്രട്ടറി KD റോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് VV ബേബി, ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി, സംസ്ഥാന സെക്രട്ടറി KK ഇസഹാക്ക്, PS നൌഷാദ്, ദേവസി മാടൻ, EV വിജയകുമാർ, VM അലിക്കുഞ്ഞ്, KP അരവിന്ദാഷൻ, ലിൻസൺ പയ്യപ്പള്ളി, KV ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി റേഷൻ സാധനങ്ങൾ FCIയിൽ നിന്ന് നേരിട്ട് കടകളിൽ എത്തിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് താലൂക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.